പാലക്കാട് പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരണം. ചെറുപ്പുളശ്ശേരി കാരൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വീടിന് സമീപത്തെ പറമ്പിനോട് ചേർന്നുള്ള പാടത്തിലാണ് കെണിവെച്ചത്. സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. അജിത് ബാബുണ്ട് വിവരങ്ങളുമായി. അജിത്, ഈ കസ്റ്റഡിയിലായിരിക്കുന്നവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. അഖില, വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ രഞ്ജിത്ത് പ്രമാണിക്കാണ് 53 വയസ്സിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഴകൃഷി നടത്തുന്നത് ചുറ്റും, അതായത് കമ്പി വേലി വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിലേക്കാണ് സമീപത്തുള്ള ഒരു വീട്ടിന്റെ അവിടുത്തെ ലൈനിൽ നിന്ന് ഇത്തരത്തിൽ വയറ് കൊളുത്തി ഇത്തരത്തിൽ കറണ്ട് ഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ നിന്ന് ഇത്തരത്തിൽ കൊളുത്തി വൈദ്യുതി എടുത്ത വയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് പ്രവർത്തിച്ച 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു മരണം കൂടി സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദാരുണമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര ആവർത്തിച്ചാലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ കൃഷി പാട്ടത്തിനെടുത്ത വ്യക്തി, അതുപോലെ തന്നെ അനധികൃതമായി ലൈൻ വലിച്ചയാൾ, ഭൂമിയുടെ ഉടമസ്ഥൻ എന്നിവരെയാണ് നിലവിൽ ചെറുപ്പുളശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടും. ഏതാണെങ്കിലും ഈ സംഭവത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒപ്പം ഇത് ഇത്തരത്തിൽ പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ പന്നിയെ പിടിച്ച് ഇറച്ചി വിൽക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ കൃഷിയിടത്തിന് ചുറ്റും കെട്ടിയ ഇത്തരത്തിലുള്ള വൈദ്യുതി ഇതിലേക്കാണ്, കമ്പി വരിയിലേക്കാണ് വൈദ്യുതി ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലായിരിക്കുന്നത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കർഷകർ കൃഷിഭൂമി നശിപ്പിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്ന് തടയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു ഗുരുതര സംഭവത്തിലേക്ക് കലാശിച്ചു എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം. അജിത്താണ് വിവരങ്ങൾ നൽകിയത്.